ഹലോ ഹലോ, എന്തുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറും ആയിരുന്നേ. ഇനി സാമ്പാർ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ടിപ്സ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട, എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു വർക്കിംഗ് മമ്മ ആണെങ്കിൽ എന്നെ പോലെ ആയിരിക്കും, എന്തും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോകണല്ലോ. അതുകൊണ്ട് തന്നെ സാമ്പാറല്ല എന്ത് സംഭവമാണ് എങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മുന്നേ ഞാൻ ജോലിക്കൊന്നും പോകാത്ത സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും, അതായത് കുക്ക് ചെയ്യാനും വീടൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സമയം ബാക്കി കിടക്കേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മളെല്ലാം ഒന്ന് ടൈം മാനേജ് ചെയ്തിട്ട് വേണം നെട്ടോട്ടോടാൻ. നിങ്ങൾ എത്രയൊക്കെ ഓടിയാലും വീട് ശ്രദ്ധിക്കാൻ ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ മറക്കല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കാണ്ട് നിൽക്കുകയും ചെയ്യില്ല. കമൻറ്റ് വരാറുണ്ട് എനിക്ക് യൂട്യൂബിൽ, പുള്ളിക്കാരൻ ഒരു ഹെൽപ്പും ചെയ്യില്ലേന്ന്. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യും. പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ, രാവിലെ തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഞങ്ങളെ ഹോട്ടലുണ്ട്. അപ്പോൾ എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഹോട്ടൽ ക്ലോസ് ചെയ്യുന്നത് പുള്ളിക്കാരനാണേ. ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജോലിയും ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ സന്ദർഭങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് ആകുന്ന സമയത്ത് മനസ്സിലാക്കി അങ്ങോട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി പരിപ്പും ഉള്ളിയും കൂടെ മഞ്ഞളും ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇട്ടിട്ട് ഒരു വിസിൽ. അതിനുശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള കടുകും വറ്റൽമുളകും ഉണ്ടല്ലോ, അതിലോട്ട് തന്നെ മസാലപ്പൊടികളൊക്കെ ഇടുന്നുണ്ട്. അതായത് മല്ലിപ്പൊടിയും പിന്നെ സാമ്പാർ പൊടിയും ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കായം, മല്ലിയില, കറിവേപ്പില. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.